അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത്. അള്ളാഹുവിൻ്റെ പ്രവാചകന് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല യാത്രയും മറ്റുമായതുകൊണ്ട് വീഡിയോയിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിൽ തടസ്സം നേരിടുകയും നമ്മുടെ വ്യൂവേഴ്സിന് അതിൽ പലരും ആക്ഷേപങ്ങളൊക്കെ പലരും വിളിച്ചു പറയുകയൊക്കെ ചെയ്തു, എന്താ വീഡിയോ കാണാത്തതെന്ന് ചോദിച്ചിട്ട്. യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പൊ നമ്മൾ സാധാരണ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സൂറത്തുൽ ബഖറയിലാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ പൂർണ്ണമായും പരിശുദ്ധ ഖുർആന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊള്ളുന്ന വീഡിയോകൾ മാത്രമേ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളൂ. എന്നാൽ സാന്ദർഭികമായി നമ്മുടെ മുസ്ലിങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച്, ചില അറിവില്ലായ്മകളെ കുറിച്ച് കൂടി തുറന്ന് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വരാനിരിക്കുന്ന ഇൻഷാ അല്ലാഹ് 4-5 വീഡിയോകൾ ഇത് വളരെ സീരിയസ് ആയ ഗുരുതരമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളതാണ് എന്ന് ആമുഖമായി പറയുന്നു. എന്താണ് ഇത്രയും ഗുരുതരമായ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമും കമ്മ്യൂണിസവും. നമുക്കറിയാം, കേരളത്തിൽ ജീവിക്കുന്ന, ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യം കേട്ടോ, അതുകൊണ്ടാണ് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് പ്രത്യേകമായി പറയേണ്ടി വരുന്നത്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ഥലങ്ങളിലെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച്, അത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളാകാം, മറ്റ് രാജ്യങ്ങളൊക്കെ ആകാം, വളരെ അന്തസ്സും ഇസ്സത്തും ഒരു സ്വത്വബോധവും കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമുക്ക് നമ്മുടേതായ മാർഗദർശകരുണ്ട്. അതായത് കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ ഇവിടെ ഇസ്ലാം വന്നു. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. നമ്മളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറ മുസ്ലിമായി. അതിനുശേഷം ഇവിടെ പ്രസ്ഥാനങ്ങൾ, മുസ്ലിങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ ഉന്നതിക്ക് വേണ്ടി സമസ്ത, അതുപോലെ തന്നെയുള്ള പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നു. അവരുടെ എല്ലാം കഠിന പ്രയത്നങ്ങളുടെ ഫലമായി മദ്രസകൾ ഉണ്ടായി. പഠിച്ചു. കുട്ടികളൊക്കെ ദീനി മദ്രസയിൽ നിന്ന് തന്നെ പഠിക്കുന്നു. അവരുടെ ദീനിയായ കാഴ്ചപ്പാടോടുകൂടി അവർ ജീവിക്കുന്നു. അവര് ദീനിയായി മരിക്കാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ കിതാബുകൾ അത് ദർസ് നടത്തുന്നു. അവിടെ വെച്ച് ഉസ്താദുമാർ പഠിക്കുന്നു. അങ്ങനെ വളരെ ചിട്ടവട്ടത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മതവിഷയവുമായി നമുക്ക് പറയാനുള്ളത്. എന്നാൽ നമുക്ക് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറയാറുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ള
സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഈ കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തരല്ല. ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാന്, അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ട്, പണ്ഡിതന്മാർ പറഞ്ഞാലോ ഇല്ലെങ്കിലോ, എല്ലാവർക്കും അതേക്കുറിച്ച് വ്യക്തമായ ഒരു ബോധമുണ്ട് മുസ്ലിങ്ങൾക്ക്. അതാണ് പരമാർത്ഥം. ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു പണ്ഡിതന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ അഭിപ്രായം ഒന്നും നമ്മൾ നോക്കൂല. നമ്മൾ പേപ്പറും ടിവിയും യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ വിപുലമായ രീതിയിൽ കാണുന്നവരും ഉപയോഗിക്കുന്നവരുമാണ് എന്നതാണ് അതിന് കാരണം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ ഒരു നാണയമായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ മറുഭാഗം എന്തായിരിക്കും? കുഫർ, ദൈവനിഷേധം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, രാവിലെ സുബഹി നിസ്കാരത്തിന്റെ തുടക്കത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരിക്കൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വജ്ഹത്തുവിന്റെ അർത്ഥവും ആശയവും. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇന്ന സ്വലാത്തി, നിശ്ചയമെന്റെ നിസ്കാരം, വനസുക്കി എന്റെ ആരാധനകള്, മഹിയായ എന്റെ ജീവിതം, മമാറ്റി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ കുഫറിന് സമാനമായി നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ഒരു കുഫറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം, അവന്റെ ജോലികളാകാം, അവന് സമ്പാദ്യം ഉണ്ടാക്കുന്ന മേഖലയാകാം, അവന്റെ കുടുംബമാകാം, മക്കളുടെ വിദ്യാഭ്യാസമാകാം, ഏത് മേഖല നോക്കിയാലും അവിടെ ഇസ്ലാമിൻ്റെതായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആകുമ്പോ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ആകർഷകരാകുമ്പോ, നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് അങ്ങനെയൊന്നില്ല. എന്തില്ല? ലോകരക്ഷിതാവായ അള്ളാഹു, ഞാൻ പറഞ്ഞല്ലോ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതേസമയം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അവരുടെ മഹത്തുക്കള് അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ദൈവം എന്നൊന്നില്ല. അത് പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതന്മാര്, മത നേതാക്കന്മാര് അവർക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു മിഥ്യാധാരണയാണ് ദൈവം. അതുകൊണ്ട് ദൈവം ഇല്ല. ദൈവത്തിനെതിരെ, മതത്തിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാന്മാരെന്ന് അവര് കരുതുന്ന നേതാക്കന്മാരാണ്. അവർക്ക് വിപ്ലവമാണ്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ, ഇൻകിലാബ് എന്ന് പറഞ്ഞാൽ എന്താ അറബിയിൽ അർത്ഥം? മാറി മറിയല്. മലയാളത്തിൽ പറഞ്ഞാല് വിപ്ലവം. അത് ജയിക്കട്ടെ എന്ന്. ഇനി ഏത് രീതിയിൽ നോക്കിയാലും ഒരു മുസ്ലിമിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. യൂസുഫുൽ കർദാവി എന്ന മഹാപണ്ഡിതനോട് ഒരു ഫത്വ ചോദിച്ചു, ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, പറ്റില്ല. ഇത് എന്തുകൊണ്ടാ പറ്റാത്തത്? അതേക്കുറിച്ചാണ് ഇനി നമുക്ക് സംവദിക്കാനുള്ളത്. എവിടെ നോക്കിയാൽ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, ആയത്തുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം,
വിശ്വാസികളെയും അല്ലെങ്കിൽ സത്യവിശ്വാസികളെയും സൽക്കർമ്മം ചെയ്യുന്നവരെയും പരിചയപ്പെടുത്തുന്നത്, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വലതുവശക്കാരെന്ന്. എന്നാൽ കേരളത്തില് നമ്മൾ കേരള പശ്ചാത്തലമാണല്ലോ പറഞ്ഞു വരുന്നത്. കേരള മുസ്ലിങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വലതുവശക്കാരാരാ? ഇടതുപക്ഷാന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലാട്ട് ഞാൻ താരതമ്യം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പോയിട്ട് വലതുപക്ഷക്കാർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞൊന്നും ആരും ചിന്തിക്കരുത്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാര് നമ്മളും തമ്മിലുള്ള വ്യത്യാസം, ഒരു മുസ്ലിമായ മനുഷ്യന് എന്താ, നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? നമുക്ക് മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എന്താ പിന്നെ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കയറെടുത്ത് തൂമിച്ചാവുമോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ ചെയ്താൽ പോലെ മുസ്ലിം ചെയ്യൂല. എന്താ കാരണം എന്നറിയോ? ഒരു മുസ്ലിമായ മനുഷ്യന് മരിച്ച് ഖബറിലെത്തുന്നതോട് കൂടെയാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത്. നമ്മളൊരു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മൻ റബ്ബുക വമാ ദീനുക തുടങ്ങിയ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് ഒരു മുസ്ലിം. അത് മുന്നിൽ കണ്ടാണ് അയാളുടെ ജീവിതം, അയാളുടെ ലക്ഷ്യം അതാണ് അവിടെ ഉത്തരം പറയാൻ കഴിയുക എന്നത്. അവിടെ ഉത്തരം പറയാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഉത്തരം ഇതിലല്ല. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നോ അതിനനുസരിച്ച് മാത്രമേ അവിടെ ഉത്തരം പറയാൻ കിട്ടുകയുള്ളൂ എന്ന വിശ്വാസക്കാരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിനുള്ള മാർഗവും പവിത്രമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം, അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കുറെ ആൾക്കാരെ കൊന്നാലൊന്നും പ്രശ്നമല്ല. കാരണം എന്താ? ഓന്റെ ലക്ഷ്യം ഓന്റെ പാർട്ടി വളർത്തുക എന്നതാണ്. അതുകൊണ്ട് അയാൾ എത്ര ആളെ കൊന്നാലും പാർട്ടി അവരെ സംരക്ഷിച്ചോളും. അതാണ് അവരുടെ തിയറി. അവരുടെ മാർഗമാണ് അവർ പ്രധാനമല്ല അവർക്ക്. ഒരുത്തരത്തിൽ പൈസ പിടിച്ചു പറിക്കുക ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൊള്ളയാന്ന്, നമുക്ക് ചെയ്യാൻ പറ്റൂല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യാം. എന്താ കാരണം? അവന്റെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിച്ചു കൊള്ളും എന്നതാണ് അവന്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ വിശദീകരിക്കാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, മഹാന്മാരുടെ സാമീപ്യം, പ്രമുഖരായ ഉസ്താദുമാരുടെ മതപ്രഭാഷണങ്ങൾ മുതലായവ കേൾക്കാറുണ്ട്. എന്നാൽ ഭൗതികമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, മക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിലിലും കച്ചവടത്തിലുമുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കവും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വസ്തു, വീട് മുതലായവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി, വിവാഹം നടക്കാത്ത പ്രശ്നങ്ങൾ തുടങ്ങി പലജാതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ബാബിലോണിയൻ ത്വൽസമാത്ത് രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വളരെ ഫലപ്രദവും
ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്നതുകൊണ്ട് ഇത്തരം പ്രശ്ന പ്രതിവിധി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഇൻഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന രീതിയിലുള്ള പ്രതിവിധി നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അത്യാവശ്യമുള്ളവർ മാത്രം കാണാൻ വന്നാൽ മതിയാകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.